ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരികയാണേ. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പം ഒരു സംഭവം കണ്ടു. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇവരിവിടെ ഇല്ല കേട്ടോ, വെക്കേഷന് പോയിരിക്കുകയാണ്. ഇവർ കേരള ആൾക്കാരല്ല, ഇവര് ബാംഗ്ലൂരിയൻസ് ആണ്. സോ അവര് ഒത്തിരി വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പം അവർ വെക്കേഷന് പോകുമ്പം അവർക്കിവിടെ നല്ലൊരു കൃഷിത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പം ഈ വർഷം അവർ വെക്കേഷന് പോകുന്നു എന്നുള്ളത് കാരണം അവർ ഇതിൻ്റെ അകത്തൊന്നും അധികം അങ്ങനെ വളർത്തിയില്ല. ഇവർ നല്ല സ്മാർട്ടായിട്ട് ഇവിടെ ഒരു ഫെൻസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ അകത്ത് നല്ല പച്ചക്കറികളും എല്ലാം എപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം അവരതൊന്നും ചെയ്തില്ല, കാരണം അവർ വെക്കേഷന് പോകുന്നതായത് കാരണം അവർ ചെയ്തില്ല. ഇല്ലെങ്കിൽ ഒത്തിരി പയറ് പാവയ്ക്ക ഒക്കെ ഉണ്ടാകും. ഇപ്പൊ കണ്ടോ, അവരില്ല, കാട് പിടിച്ചതുപോലെ ഇരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറാൻ പേടിയാവും. അവിടെ നമ്മുടെ ചുമന്ന നാട്ടിലെ കീര നിൽക്കുന്നുണ്ടോ, ചീര, ചുമന്ന ചീര മാത്രം കുറെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ വാഴ കണ്ടോ, ഇത് വിന്റർ ആകുമ്പോൾ ഈ വാഴ അങ്ങ് പോവേ, എന്നിട്ട് സമ്മർ ആകുമ്പോൾ തന്നെ വരും. അതാ. പിന്നെ ഇതിൻ്റെ അകത്ത് സപ്പോട്ട ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു ആപ്പിൾ മരമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഈ വർഷം ഒന്നും മനഃപൂർവ്വം ചെയ്തില്ല. വെക്കേഷൻ ഈ സമയത്ത് പോകുന്നതായത് കാരണം എല്ലാം കാട് പിടിച്ച് കിടക്കും. അപ്പം ഞാൻ എന്തിനാ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ഡെക്കില് ബാക്ക് കിച്ചന്റെ സൈഡിൽ വലിയൊരു ഡെക്കുണ്ട്. അപ്പോൾ അവരുടെ കുറേ ചെടികൾ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ചേക്കാന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിലോട്ട് കയറാനൊരു പേടിയാണ്, അതുകൊണ്ട് താക്കോല് ഞാൻ മേടിച്ചില്ല. അപ്പം താക്കോൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇന്നൊരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരും, ചെടിയിൽ വെള്ളം ഒഴിക്കും. അപ്പം ഇവിടെ ഒരു മരം മറിഞ്ഞ് കിടക്കുന്നതുണ്ടോ, ഇതിൻ്റെ താഴെയായിട്ട് കുറേയധികം ചെടികൾ അവർ വെച്ചിട്ടുണ്ട്. കറിവേപ്പില പോലുള്ള കറിവേപ്പില, എന്താ പറയുക, മുളക്, ടൊമാറ്റോ ഒക്കെ വെച്ചിട്ടുണ്ടേ. കാരണം അപ്പുറത്ത് വെച്ചാൽ അത് കാട് പിടിച്ച് പോകുമല്ലോ. അപ്പോൾ ഇതിലൊക്കെ വെള്ളം ഒഴിക്കാനാണ് ഞാൻ വരുന്നത്. പിന്നെ 2 അവർ ഇവിടെ വെളിയിലിട്ടേക്കുന്ന ഈ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ഒന്നാന്തരം നല്ല കറിവേപ്പിലയാണേ. ഇതിന്റെ ചോട്ടില് അതെ കുറെ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം മുല്ലയാ, കണ്ടോ, നല്ല മുല്ല മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടല്ലേ. നല്ല മണമാണ് ഇത് വിടരുമ്പം. എനിക്ക് ചെടികളോട് ഇഷ്ടമാണ്, അത് കാരണം ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കാൻ വരും. ഇത് 2 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. ചെടിയല്ല, അത് വലിയ മരമാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാമോ വെളിയിൽ മരം? അത് ചുവടുന്നേ വന്നേക്കുക, അല്ലാതെ ഇടയിൽ നിന്നുമല്ല. ആ ചോട് കണ്ടോ, അതിന്റെ ചോട്ടുന്നേ അത് പറഞ്ഞു വന്ന് അത്രയും നീളമുള്ള മരമാണെന്ന് കണ്ടോണേ. അതങ്ങനെ വന്നു ഇവരുടെ ഈ ഫെൻസിലോട്ട് വന്നു വീണു. അപ്പൊ ഇതിന്റെ അടിയിലാണ് ഇവരുടെ ബാർബിക്യൂ ചെയ്യുന്ന ആ ബാർബിക്യൂ സ്റ്റവൊക്കെ വെച്ചേക്കുന്നത്. അതൊക്കെ പൊളിഞ്ഞ് നാശകോശമായിപ്പോയി. പിന്നെ അവരുടെ ചെയറൊക്കെ അവിടെ ഉണ്ട്, അത് പോയി. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, ഈ ഫെൻസ്, ആ കോർണറിൽ ഫെൻസ് ഉണ്ട്. ഞാനത് വേറെ ഫോട്ടോ നിങ്ങളെ കാണിക്കാം. ആ ഫെൻസൊക്കെ പൊളിഞ്ഞു പോയി. ഇത്രയും വലിയ മരം വന്ന് വീണല്ലേ. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു ബെഡ്റൂമിന്റെ പുറത്തേക്കാണ്